സാന്ദ്ര അവിടെ മുന്നോട്ട് വെക്കുന്നത് സാന്ദ്രയുടെ ഒരു ജീവൽ പ്രശ്നമാണ്. സാന്ദ്രയുടെ ഒരു സിനിമ എന്താണ് മനഃപൂർവ്വം തകർക്കാൻ ആളുകൾ നോക്കുന്നു എന്ന പേടിയിലാണ്. അത്രയധികം പൈസ മുടക്കിയ ഒരു സിനിമയ്ക്കകത്ത് സാന്ദ്രയുടെ ജീവൽ പ്രശ്നം പോയി ചർച്ച ചെയ്യാൻ നോക്കിയിരിക്കുമ്പോഴാണ് ഈ വഷളത്തരം. അത് ഗുരുതരമാണ്. അത് ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, എന്റെ സിനിമ തകർക്കാനായിട്ട് മുന്നിൽ നിന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം തന്നെ വിളിച്ച് പല തിയേറ്ററുകളിലും വിളിച്ച് പറഞ്ഞ് എൻ്റെ ഹോർഡിങ് വെക്കാതിരിക്കാനും എൻ്റെ ഫ്ലെക്സ് ബോർഡ് വെക്കാതിരിക്കാനും വിളിച്ചു പറഞ്ഞതിന്റെ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്. സാന്ദ്ര അന്ന് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അതെ, ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടവരാരെങ്കിലും ചോദിക്കുന്നുണ്ട്. അതെ, അത് ഇടാൻ കാര്യം ഒരു സ്ഥലത്തും പോസ്റ്റർ ഇല്ല. നമ്മളിപ്പോ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സിനിമ ഇവിടെ കളിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ എന്താണ് ഒരു പോസ്റ്റർ, ഒരു ഫ്ലെക്സ് എന്തെങ്കിലും കാണണ്ടേ? ഫ്ലെക്സ് വെക്കാൻ സമ്മതിക്കില്ല. പടം ഇറക്കാൻ നേരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കയ്യിൽ 5 പൈസ കാണില്ല. കാര്യം ഉള്ളത് മുഴുവൻ ഇറക്കിയിട്ടായിരിക്കുമല്ലോ സിനിമ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഇല്ലാത്ത പൈസ കടം മേടിച്ചും ഒക്കെയാണ് ഞാൻ ഈ ഫ്ലെക്സും പോസ്റ്ററും എല്ലാം അടിച്ചു കൊടുത്തേക്കുന്നത്. എല്ലാ സ്ഥലത്തേക്കും അടിച്ചു കൊടുത്തേക്കാണ്. പക്ഷെ ഇതൊന്നും ഒട്ടിക്കാൻ സമ്മതിക്കുന്നില്ല. അതെന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പം സാന്ദ്ര പറയാണ്, സാന്ദ്രയ്ക്ക് ഫ്രം ദ ഫസ്റ്റ് ഫിലിം ഈ പറഞ്ഞ വെല്ലുവിളി നേരിടേണ്ടി വരുന്നുണ്ട്. ഷെയ്ൻ നിഗം എന്ന് പറയുന്ന ഒരാൾ സാന്ദ്രയുടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നല്ല അഭിനേതാവാണ്, ഒരു തർക്കമാക്കരുത്തില്ല. ഇനി ഷെയ്ന് എന്ത് വ്യക്തി പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കപ്പെട്ടു. പിന്നെയും എന്താണ് ഒരു വൈരനിര്യാതന ബുദ്ധിയോടെ അവൻ മുടിഞ്ഞു പോകണം എന്ന രീതിയിൽ ആരും പെരുമാറുന്നുണ്ടോ? അങ്ങനെയാണ് എനിക്കിപ്പോ മനസ്സിലായത്. ഞാൻ അവിടെ ഈ കമ്മിറ്റിയിൽ ഈ പ്രശ്നം പറയാനായിട്ട് പോയപ്പോ എൻ്റെ പടത്തിനും ഇത് ഒട്ടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നോട് പറഞ്ഞു, എൻ്റെ പടത്തിനും ഇങ്ങനെ തന്നില്ല. ഞാൻ പറഞ്ഞ ലിസ്റ്റിനെ, ഞാൻ ഇതിനു മുമ്പ് 13 സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നവുമായി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളുമാണ്. പിന്നെ ഇപ്പൊ ലിസ്റ്റിനും വേണ്ടത് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ലിസ്റ്റിന് അതിന്റെ ഭാഗമായി മാറി. ലിസ്റ്റിനും ഇപ്പൊ അതിനകത്തൊരു പ്രധാനിയാണ്. അതെ, ഇപ്പൊ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല, പക്ഷെ ആമസോൺ വന്നപ്പോ കണ്ടു. അത് അത്ര വലിയ സിനിമയൊന്നുമല്ല, എന്നാൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു സിനിമയാണ്. അതങ്ങനെ എന്താണ്, അങ്ങനെ ആരും കാണാതെ പോകേണ്ട സിനിമയല്ല. ഇപ്പൊ സിനിമ മോശമാണെങ്കിൽ ആരും ചില ആളെ കാണിക്കാൻ കഴിയില്ല. ഒരു നല്ല സിനിമ ഒരു നടനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഇപ്പോൾ ഷെയ്ൻ നിഗത്തോട് പക തീർക്കുകയാണെങ്കിൽ അതിൽ ഇരയാവുന്നവർ, അതിന്റെ പ്രൊഡ്യൂസറുണ്ട്, അതിന്റെ സംവിധായകനുണ്ട്, അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരുണ്ട്. അതിനും വേണ്ടി പക എന്തിനാണെന്ന് ഉണ്ടാവുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോൾ അങ്ങനെ ഒരു നടൻ വളർന്നു വരുന്നത് മറ്റ് ചിലർക്ക് അതൊരു ഭീഷണിയായേക്കാം. അതായിരിക്കാം അതിൻ്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ SIT ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവരിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞത് ഇത് എനിക്കിട്ട് വെച്ച പണിയല്ല, ഇത് ഷെയ്ൻ നിഗത്തിനിട്ടുള്ളതായിരുന്നു, അത് ഞാൻ ഏറ്റെടുത്തതാണെന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഓക്കെ ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാനത് അപ്പം തന്നെ ഷെയ്ൻ്റെ ഉമ്മേനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളിത് എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.